1/4 കപ്പ് ഓയിൽ, 1/4 കപ്പ് ഓയിൽ, 1/4 കപ്പ് തൈര്, നല്ല ഫ്രഷ് തൈരായിരിക്കണം, 1/4 കപ്പ് തൈര്, പിന്നെ 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ, പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്. ഒരു വിസ്കർ വെച്ചിട്ട് ഇതൊക്കെ നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് വേറൊരു ബൗൾ എടുക്കാം. അതിൽ ഒരു 1/4 കപ്പ് മൈദ, 1 കപ്പ് റവ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഈ മിക്സിയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ, ആ കൂട്ടിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. ഈ മിക്സ്ചർ ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ടിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. മൂടിങ്ങാണ്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഗ്യാസ് ഓണാക്കി അടിക്കട്ടിയുള്ളൊരു പാത്രം 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വരെ നമുക്ക് പാൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1 കപ്പ് പാലിൽ നിന്ന് ഏകദേശം ഒരു 1/4 കപ്പോളം യൂസ് ചെയ്തോളൂ. അത് ഡിപ്പെൻഡ്സ്, ഓരോ ഇതിനും ബാറ്ററിനും ഡിപ്പെൻഡ് ചെയ്യും അത്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലോട്ട് പോർ ചെയ്യാം. ഇതിനി ടാപ്പ് ചെയ്തിട്ട് എക്സസ് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനാണ്. നന്നായി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇതിന് മേൽക്കൂടി കുറച്ച് ക്രഷ്ഡ് കാഷ്യൂനട്ട് ഇട്ടിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്യണം. ഇതിൻ്റെ അകത്ത് ഈ സ്റ്റാൻഡ് വെച്ചിട്ട് ഇനി മോൾഡ് നമുക്ക് ഇതിൽ ഇറക്കി വയ്ക്കാം. ഇനി മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം സിമ്മിൽ ബേക്ക് ചെയ്യാം. ഇതിപ്പോൾ ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 30 മിനിറ്റ് എടുത്തു കേട്ടോ. മൊത്തം ഞാനൊരു 25 മിനിറ്റ് ആയപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടി ഭാഗം ആവാണ്ടായിരുന്നു. ഇപ്പോൾ അത് കുത്തി നോക്കൂ, ഇതാ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കണ്ടോ. അപ്പോൾ ബേക്ക് ചെയ്തു എന്ന് അങ്ങനെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് ഇനി തണുത്തതിൻ്റെ ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്, നമുക്ക് ഡിമോൾഡ് ചെയ്യാം കേട്ടോ. സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ ഇവിടെ എത്തിക്കൊടുക്കുക. എന്നിട്ട് ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ നല്ല സോഫ്റ്റ് സ്പോഞ്ചി റവ കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.